പഞ്ചായത്ത് 8ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബാവ മാഹിൻകുട്ടി വാർഡ് വികസന കൺവീനറായും പൊതുപ്രവർത്തകനായും വിവിധ മേഖലകളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ ബാവ മാഹിൻകുട്ടി KA മെട്രോ ന്യൂസ് ചാനലിന്റെ ഞാൻ സ്ഥാനാർത്ഥിയിൽ തന്റെ സ്വപ്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്നു. എല്ലാ മെട്രോ ന്യൂസ് ചാനൽ പ്രേക്ഷകർക്കും ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വെങ്ങോല പഞ്ചായത്ത് 8ാം വാർഡിലെ ബാവ മാഹിൻകുട്ടി KA എന്ന ആളാണ് നമ്മളോടൊപ്പമുള്ളത്. ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു 8ാം വാർഡിൽ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അത് ഏതെല്ലാം രീതിയിൽ നിറവേറ്റാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ മെമ്പറായിട്ട് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ വാർഡ് വികസന കൺവീനറായിട്ടും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തുമൊക്കെ സജീവ സാന്നിധ്യമാണല്ലോ. അപ്പം സാറിൻ്റെ നേതൃത്വത്തിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് മെമ്പർ ഇത് മത്സരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ? ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ദീർഘകാലമായി നന്നേ ചെറുപ്പത്തിൽ തന്നെ കണ്ടന്തറകളിൽ വളരെയധികം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്. SFIയിലൂടെയും യുവജന സംഘടനകളിലൂടെയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടന്തറയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ തന്നെ ഒരു നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഏറെ ശ്രദ്ധിച്ചു പോന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതിലെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ സമർപ്പണമാണ് ഈ കണ്ടന്തറ ഗവൺമെൻറ് UP സ്കൂൾ എന്നുള്ളത്. ഇത് ഒരു കാലഘട്ടത്തിൽ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു. അന്ന് എൻ്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാർ അണിനിരന്നുകൊണ്ട് ഞങ്ങളിത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഏറ്റെടുത്ത് നമ്മൾ ഘട്ടം ഘട്ടമായി ആദ്യം ഇംഗ്ലീഷ് മീഡിയം വന്ന് ഒരു പൊതുവിദ്യാഭ്യാസ യജ്ഞം തുടങ്ങുന്നതിന് മുമ്പാണ്. അന്ന് അതിന് മുമ്പേ തന്നെ ഞങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം എന്നുള്ളൊരു ആശയം കൊണ്ടുവന്ന് ഈ കണ്ണന്തറ ഗവൺമെൻറ് UP സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് LKG ക്ലാസ് ആദ്യം തന്നെ ആരംഭിച്ച് ആ LKG ക്ലാസ് ഘട്ടം ഘട്ടമായി അങ്ങനെ 7ാം ക്ലാസ് പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന എൻ്റെ കുട്ടി ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഗേൾസിൽ പഠിക്കുന്നു. ഹയസ്റ്റ് മാർക്കിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകുന്നു. ആ രീതിയിൽ നമ്മൾ ഈ സ്കൂളിൻ്റെ ഓരോ പടവുകളും ഞങ്ങളിങ്ങനെ ചവിട്ടി ഇന്ന് ഈ കാണുന്ന വലിയൊരു നല്ല ഒരു മുന്നിൽ നിൽക്കുന്ന ഈ വെങ്ങോല പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു വിദ്യാലയമാക്കി തന്നെ ഞങ്ങൾക്ക് ഈ കണ്ണന്തറ ഗവൺമെൻറ് UP സ്കൂളിനെ മാറ്റാൻ കഴിഞ്ഞുള്ളതാണ് എൻ്റെ ഈ പൊതുപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമുള്ള ഒരു വർക്ക്. MA കോളേജിൽ ഫുട്ബോളിൻ്റെ ക്യാപ്റ്റനായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പം ആ ഒരു കായിക മേഖലയിലേക്കുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വാർഡിൻ്റെ വികസനത്തിലേക്ക് ഏത് രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി മെമ്പറായി കഴിയുമ്പോൾ ഏത് രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും? നമ്മുടെ കണ്ണന്തറയെ സംബന്ധിച്ച് കായിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയയാണ് കണ്ണന്തറ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഫുട്ബോള്. അപ്പോൾ ഞാൻ പണ്ട് മുതലേ പന്ത് കളിയുമായി ബന്ധപ്പെട്ടും പന്ത് കളിച്ചും വിവിധ കായിക പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടു വരുന്ന ആളായിരുന്നു. പറഞ്ഞ പോലെ തന്നെ MA കോളേജിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ ഒട്ടേറെ പരിചയസമ്പത്ത് നമുക്കുണ്ട്. പിന്നെ ആശ്രമം സെവൻസിൻ്റെ വേണ്ടി അങ്ങനെ കളിച്ചു. ഒട്ടേറെ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മോഡേൺ ക്ലബിൻ്റെ പേരിൽ നമ്മളൊരു വലിയൊരു കായിക കൂട്ടായ്മ തന്നെ നമ്മുടെ കണ്ടന്തറയിലുണ്ട്. അതിൻ്റെ വകഭേദത്തിൽ തന്നെ ഒട്ടേറെ വിവിധ ക്ലബ്ബുകൾ കലങ്ക് FC, മറ്റേ കുറുവാപ്പാടം FC, മറ്റേ പുഞ്ചക്കണ്ടം ബ്രദേഴ്സ് FC, അങ്ങനെ ഒട്ടേറെ വിവിധ ക്ലബ്ബുകൾ നമുക്കിവിടെ ഉണ്ട്. അവർക്കൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ ക്ലബ്ബുകൾക്കും ലൈബ്രറികൾക്കും അങ്ങനെയൊക്കെ കിട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിലവിൽ നമുക്ക് ഈ കണ്ണന്തറയിൽ അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ഈ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, അങ്ങനെ അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനൊക്കെ വേണ്ടി നന്നായി ഊന്നൽ നൽകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രവർത്തിക്കും. അതിന് വേണ്ടുള്ള ഒരു സഹായമാണ് നിങ്ങളോടുള്ള ഈ വോട്ടഭ്യർത്ഥന എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെരിയാർ വാലി കനാലുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു വാർഡും കൂടിയാണല്ലോ 8ാം വാർഡ് കണ്ടന്തറ.
അപ്പം അതിൻ്റെ ഒരു നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഭാവിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, മെമ്പറായി വന്നു കഴിയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും നാളെ പറഞ്ഞ പോലെ തന്നെ പെരിയാർ വാലിയുടെ ഒരുപാട് കനാൽ എന്ന് പറഞ്ഞാൽ ഈ വാർഡ് കിടക്കുന്നത് സദ്ദാ റോഡ് മുതൽ ഇങ്ങനെ വളഞ്ഞ് നേരെ ഒറണയിൽ നിന്ന് ചാല് അങ്ങനെ ഗാർഡൻ ജംഗ്ഷൻ അങ്ങനെ കണ്ണന്തറയ്ക്ക് ചുറ്റും വളഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ 8-ാം വാർഡ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പെരിയാർ വാലി കനാലുകൾ ഏറ്റവും ഉൾക്കൊള്ളുന്ന ഒരു വാർഡ് കൂടിയാണ്. നിലവിലെ പെരിയാർ വാലികളുടെ കനാലുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലും അല്ലെങ്കിൽ അതിൻ്റെ പുറമ്പോക്ക് വഴികളൊന്നും ഉപയോഗിക്കപ്പെടാത്ത രീതിയിലൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പെരിയാർ വാലി കനാൽ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് നവീകരിച്ച് അതൊരു സൗന്ദര്യവൽക്കരണം നടത്തി അത് ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്ക് വേ പോലെ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ രാവിലെ പ്രഭാത നടത്തത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലൊക്കെ നല്ലൊരു ആശയം കൊണ്ടുവന്ന് അത് ജനങ്ങളുമായി നല്ല ആശയം പങ്കിട്ട് ആശയം കൊണ്ടുവന്ന് അത്തരത്തിൽ പെരിയാർ വാലി കനാലുകളെ നവീകരിച്ച് സൗന്ദര്യവൽക്കരിക്കണമെന്നാണ് ഒരാഗ്രഹം. അതും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. വാർഡ് വികസന കൺവീനറായിരുന്നു, അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമാണല്ലോ. അപ്പം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്? ഈ കണ്ടന്തറയിൽ തന്നെ ഒട്ടേറെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മളിവിടെ കഴിഞ്ഞ മെമ്പറിൻ്റെ കാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് KM ഷംസുദ്ദീൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ വാർഡ് വികസന കൺവീനറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അന്ന് ഒട്ടേറെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കിവിടെ ഈ പരിസരത്ത് ഒരു ഹെൽത്ത് സെൻറ്റർ സ്ഥാപിക്കാൻ വേണ്ടി ഭൂമി കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. പല പ്രമുഖരായ ആളുകളെ നമ്മൾ സമീപിച്ചിട്ടും നമുക്ക് ഭൂമി കിട്ടാൻ ഒരു തരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പുല്ലുംതിച്ചറയ്ക്ക് സമീപം കുറച്ച് പഞ്ചായത്തിൻ്റെ പുറമ്പോക്ക് സ്ഥലം കണ്ടെത്തുകയും അവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നെങ്കിലും ഞങ്ങളത് അവിടെ ഹെൽത്ത് സെൻറ്റർ പൂർത്തീകരിച്ച് ആ വാർഡിന് വേണ്ടി ആ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി മൊത്തം കണ്ടന്തറയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും നമുക്കത് അവിടെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞുള്ളത് ഏറെ സന്തോഷകരമായൊരു ഇതാണ്. ഈ ഒർണ നെടുന്തോട് റോഡ് അതിൻ്റെ സഞ്ചാരയോഗ്യമല്ലാതെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുന്ന അവസ്ഥയിലാണല്ലോ. അപ്പം മെമ്പറായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ നവീകരണം പദ്ധതിയിലുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ മുഖ്യമായിട്ട് തന്നെ കൊടുക്കുന്നത് തന്നെ വഴി, വെളിച്ചം, വെള്ളം, ഇതിനാണ് കൂടുതൽ ആദ്യം തന്നെ പ്രാധാന്യം കൊടുക്കണം ഒരു കാര്യം. ഇപ്പം നമുക്ക് കാണാം ഈ ഒർണയിലെ റോഡുകളെല്ലാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിയാർ വാലിയുടെ ഒരു അനുമതി കിട്ടാമെന്നുള്ളത് ഈ റോഡിൻ്റെ നവീകരണത്തിനൊക്കെ വലിയ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ബന്ധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആ രീതിയിൽ അതിൻ്റെ വർക്കുകൾ നടത്തിയാൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാവുള്ളൂ. അപ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഇത്തരം റോഡുകളൊക്കെ ഏറ്റവും അത്യാധുനികമായ രീതിയിൽ തന്നെ നവീകരിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അതും നമ്മൾ ഒരു മെമ്പറായി വന്നാൽ തീർച്ചയായും അതിനൊക്കെ നന്നായി ഊന്നൽ കൊള്ളും. ഒർണ കണ്ടന്തറയെ ബന്ധിപ്പിക്കുന്ന പുതിയൊരു റോഡെന്ന സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധിക്കും? ഈ നാട്ടുകാരുടെ ഒരു വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഈ കണ്ടന്തറ ഒർണ റോഡ് എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്തറ മുസ്ലിം ജമാഅത്ത് ഏതാണ്ട് 3000-ഓളം കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു വലിയൊരു മഹല്ലാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ജമാഅത്ത് പള്ളിയിലേക്ക് എത്താനും കണ്ടന്തറയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടാനും ഒരു ഷോർട്ട് കട്ട് എന്നുള്ള നിലയിൽ ഈ ഒർണ കുറുവാപ്പാടം റോഡ് അത് ഈ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷം തന്നെയാണ്. അത് ഇപ്പോൾ ഈ റോഡ് വരുന്നതോടുകൂടി അത് സാഫല്യമാകുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടുന്ന് ഒരു പാലം നിർമ്മിക്കേണ്ടി വരും. ആ പാലം നമുക്ക് ഇതിനോട് തന്നെ അനുബന്ധിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മളൊക്കെ വരികയാണെങ്കിൽ ഉടൻ തന്നെ ആ റോഡ് ജനങ്ങൾക്ക് വേണ്ടി പ്രാവർത്തികമാക്കാനുള്ള ഇടപെടലുകൾ നടത്തും. അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കും. അതെ നമ്മൾ അതിനുവേണ്ടി നല്ലൊരു പ്രയത്നം തന്നെ കാഴ്ചവെക്കും. ഈ
ഈ കാണുന്നതൊരു പഞ്ചായത്ത് കിണറാണ്. മുഴുവൻ കാട് പിടിച്ച് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രവർത്തനം ഏത് രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ? ഇതിലും വലിയൊരു ശോചനീയാവസ്ഥയിലായിരുന്നു ഈ കിണറുണ്ടായിരുന്നത്. ഈ ആളുകൾ വേസ്റ്റിട്ട് നിറച്ച് ഒരു മാലിന്യ കൂമ്പാരമാക്കി വെച്ചിരുന്ന ഒരു കിണറായിരുന്നു ഇത്. എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഇവിടെ അന്നത്തെ വാർഡ് മെമ്പർ ഷംസുദ്ദീൻ അടക്കം ഉള്ള ആളുകൾ, പഞ്ചായത്ത് പ്രസിഡൻറ്റ് ധന്യാലേജു അടക്കം ഉള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി നമ്മൾ ഇതിൽ നിന്ന് വേസ്റ്റ് കോരി കളയുകയും നല്ല വൃത്തിയാക്കുകയും തുടർന്ന് നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെ ഉടമയോട് തന്നെ നമുക്ക് പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഉടമയോട് അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം മൂലം ഇതൊരു ഭംഗിയായി കെട്ടിത്തിരിച്ച് നല്ല രീതിയിലാക്കാനൊക്കെ സാധിച്ചു. പക്ഷേ ഇപ്പോൾ നോക്കി ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ കാട് പിടിച്ച് വളരെ ശോചനീയാവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ്. ഒരു നാട്ടിലൊരു കുടിവെള്ള സ്രോതസ്സാണ്, ഒരു ജലസ്രോതസ്സാണ്, ഒരു പഞ്ചായത്തിൻ്റെ പൊതുവായൊരു കിണറാണ്. അത് സംരക്ഷണമില്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശുചീകരിച്ച് കുടിവെള്ള സ്രോതസ്സൊക്കെ നിലനിർത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ സർദാർ റോഡിൻ്റെയും തോടുകളുടെയൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും? നമ്മുടെ കണ്ണന്തറയിൽ വളരെ കുടിവെള്ളം കിട്ടാത്ത ഒരു ഏരിയയാണ് ആയിരുന്നു കണ്ണന്തറ. നമ്മളെ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കൊണ്ടുവന്നതോടുകൂടിയാണ് നമ്മുടെ കണ്ണന്തറയിലെ കുടിവെള്ളത്തിനൊരു പരിഹാരമായത്. അപ്പോൾ ആ കുടിവെള്ളം നമ്മൾ ഇവിടുന്ന് അടിച്ചു കയറ്റുന്നത് ഈ പാത്തിത്തോടിനെ ആശ്രയിച്ചാണ് നമ്മൾ ഈ കുടിവെള്ളം ഇങ്ങനെ ഇതിലേക്ക് കണ്ണന്തറയിലേക്ക് ഇറിഗേഷൻ വഴി അടിച്ചു കയറ്റുന്നത്. അപ്പോൾ ഈ പാത്തിത്തോടിൻ്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് മാലിന്യങ്ങളും ഒഴുകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. നമ്മൾ ഒരു 6-7 കൊല്ലം മുമ്പ് തന്നെ നമ്മളതിൽ വ്യക്തമായി ഇടപെടുകയും 2 JCB വിളിച്ച് തോട് നമ്മൾ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്ത ഇതുണ്ടായിരുന്നു, ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വളരെ പ്രയാസം നിറഞ്ഞൊരു അവസ്ഥയിൽ വളരെ നന്നായി എഫർട്ട് എടുത്ത് നമ്മൾ ഈ തോട് ഇവിടെ മുതൽ സർദാർ റോഡ് മുതൽ പാലക്കാട് പാത്തിപ്പാലം വരെ നമ്മൾ നന്നായിട്ട് ശുദ്ധീകരിക്കുകയും അതിൻ്റെ ഒഴുക്ക് നല്ല രീതിയിലാക്കുകയൊക്കെ ചെയ്തു. അന്നത്തെ വാർഡ് മെമ്പറിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് നമ്മളവിടെ സർദാർ റോഡിൽ അണക്കെട്ട് മറ്റേ ഷട്ടർ ഞങ്ങൾ വയ്ക്കുകയും ചെയ്തു. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ പലക വെള്ളം കയറുമ്പോൾ പലക ഇട്ട് അങ്ങനെ വെള്ളം കുറയുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത്. അത് നമ്മൾ ആധുനിക സംവിധാനം നമ്മൾ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരെ അവിടെ ഷട്ടർ സംവിധാനം വരുത്താനൊക്കെ സാധിച്ചു. അങ്ങനെ നമ്മളൊരു നല്ലൊരു പദ്ധതി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനിയും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ഈ ഒരു പദ്ധതിയും കൂടിയായിരിക്കും. നമ്മുടെ ജലസ്രോതസ്സ് സംരക്ഷിക്കുക, അതിൻ്റെ കരകളും കെട്ടി സംരക്ഷിക്കുക. അത്തരത്തിലുള്ള ഇറിഗേഷൻ്റെ അവിടെ വെള്ളം എത്തിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വെള്ളം എത്തിപ്പെടാനുള്ളൊരു അപര്യാപ്തതയുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഉയർത്തി ഈ കണ്ണന്തറയുടെ എല്ലാ കോണുകളിലേക്കും വെള്ളം എത്തി കിട്ടാവുന്ന രീതിയിലുള്ള പദ്ധതിയെക്കുറിച്ചും നമ്മളായി. ഇതെല്ലാം നമ്മൾ ജനങ്ങളുടെ എല്ലാം കൂട്ടായ ആലോചനയും അഭിപ്രായങ്ങളൊക്കെ തേടിക്കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി ജനങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാകും. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് പൊതുസ്ഥലങ്ങളിലും അതുപോലെ വഴിയരികിലൊക്കെ മാലിന്യം തെള്ളുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഫുള്ള് ഇപ്പം മാലിന്യം തെള്ളിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം ഇത് എല്ലാം നീക്കം ചെയ്ത് റോഡെല്ലാം വളരെ മനോഹരമാക്കുമെന്ന് പദ്ധതിയിലുണ്ടോ? നമുക്കറിയാം, കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ മറ്റേ പദ്ധതി തന്നെ നമുക്കറിയാം. മാലിന്യ നിർമ്മാർജ്ജന കേരളം എന്നുള്ള ഒരു സ്വപ്നമാണ് കേരള സർക്കാരിൻ്റെ ഇതിൽ. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഹരിതകർമ്മസേന പോലുള്ള ഇതൊക്കെ രൂപീകരിച്ച് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ വാർഡ് തോറും നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ഈ വാർഡിൽ ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ വന്ന് കൂടുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ബന്ധപ്പെടുത്തി
ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ വാർഡിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാവുന്ന രീതിയിലുള്ള ബന്ധപ്പെടലുകളെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ ഉറപ്പു തരാണ്. മെമ്പറായി വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കും, ഒട്ടേറെ ആശയങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം നമ്മളിപ്പോൾ സംസാരിച്ചു. ഇനി കൂടുതൽ എന്തെങ്കിലും ആശയങ്ങളോ പദ്ധതികളോ ഒക്കെ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും എൻ്റെ ഒരു ആഗ്രഹം തന്നെ എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ച്, പ്രത്യേകിച്ച് ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളെയും സംയോജിപ്പിച്ച് അവരിൽ നിന്ന് ഒരു ആശയം രൂപപ്പെടുത്തിയെടുത്ത് എന്തൊക്കെ നാടിന് നമുക്ക് അടിസ്ഥാനമായിട്ട് വേണോ അതെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കൂടാതെ നമുക്കറിയാം, ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നതും വഴിക്കും വെളിച്ചത്തിനും വെള്ളത്തിനുമായിരിക്കും. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണോ എന്നുള്ളത് പരിശ്രമിക്കും. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ഹൈമാക്സ് ലൈറ്റ് പോലുള്ളവ നമ്മൾ സ്ഥാപിക്കും. കൂടാതെ നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് തെരുവുനായ ശല്യമാണ്. നാളിതുവരെ ഈ പഞ്ചായത്തിൽ നിന്നും ആ തെരുവുനായകൾക്കെതിരെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളും ഈ പഞ്ചായത്തിൽ, വെങ്ങോല പഞ്ചായത്തിൽ ഒരു സ്ഥലത്തും അതിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അത്തരത്തിലുള്ള ഈ തെരുവുനായ ശല്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ യോജിപ്പിച്ച് നടത്താൻ പറ്റുമോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കണമെന്നുണ്ട്. കൂടാതെ ഈ വാർഡിൽ ഒരു ഗ്രൗണ്ട് നാടിൻ്റെ ഒരു സ്വപ്നമാണ്. ഒരു നാടിനൊരു ഗ്രൗണ്ട് എന്നുള്ളൊരു ആശയം വെച്ച് ഞങ്ങളൊരു കൂട്ടായ്മ തന്നെ രൂപീകരിച്ച ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നാടിനൊരു ഗ്രൗണ്ട് എന്നുള്ളൊരു ആശയം രൂപപ്പെടുത്തി ജനങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഈ നാട്ടിൽ എവിടെയെങ്കിലും ഇപ്പോൾ കുറുവാപ്പോടം പോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നാട്ടിൽ എല്ലാവർക്കും വന്നെത്തി അവരുടെ കായിക വിനോദങ്ങളൊക്കെ ഇത് ചെയ്യാൻ പാകത്തിനുള്ള ഒരു നാടിനൊരു ഗ്രൗണ്ട് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കും. പിന്നീട് ഉള്ള ഓരോ കാര്യങ്ങളും എന്താണോ നാടിനാവശ്യം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. നമ്മുടെ സമൂഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരിയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ ഇതര സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കണ്ണന്തറയുടെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗം ത്തുള്ളത്. അപ്പോൾ അവരിലുള്ള ലഹരി ഉപഭോഗം ഇവിടെയുള്ള കുട്ടികളിൽ വരെ അതിൻ്റെ ഉപഭോഗം വളർത്താൻ ഇടയായിട്ടുണ്ട്. അത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനു വേണ്ടിയുള്ള വിങ്ങുകളൊക്കെ രൂപീകരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തും. കൂടാതെ നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ. നമുക്ക് അവരുടെ ഒരു പ്രായമായ ഒരാളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവകാശം തന്നെയാണ് സാമൂഹിക പെൻഷൻ. അത് കൃത്യമായി എത്തേണ്ട കരങ്ങളിൽ തന്നെ കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. കൂടാതെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ദുരിതാശ്വാസ ഫണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ വാർഡിൽ അത്തരത്തിലുള്ള ഫണ്ടുകൾ കിട്ടുന്നത് വളരെ അപര്യാപ്തമാണ്. വിരലിലുണ്ടാവുന്ന ആളുകൾക്കാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൻ്റെ 75% ഫണ്ടും വെങ്ങോല പഞ്ചായത്തിൽ നിന്ന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അറക്കപ്പടിയിലുള്ള സുരേഷ് എന്ന് പറയുന്നൊരു മെമ്പറാണ്. അതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെയൊക്കെ ആവശ്യത അനുഭവിക്കുന്നവർക്ക് അതുപോലുള്ള ഫണ്ടുകൾ എത്തിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയും മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഫവാസ് ഗ്രൂപ്പിന്റെ ഇത്രയും വലിയൊരു വീട്ടില്
ഫ്രണ്ടിൽ തന്നെ ഈ ഷട്ടറിൽ സ്ഥാനാർത്ഥിയുടെ ഈ ഒരു പിക്ചർ വരയ്ക്കാനുള്ള ഒരു പ്രചോദനം തോന്നാൻ എന്താ കാരണം? ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ടല്ല കണ്ടേക്കണേ. ഇവനൊരു ഒരു പ്രത്യേക ഒരു കഴിവുള്ള ഞങ്ങളുടെ വാർഡിൽ ഞാൻ ജനിച്ച വാർഡ് എന്ന് വെച്ചാൽ എൻ്റെ വാർഡ് സ്വന്തം വാർഡ് 10ാം വാർഡാണ്. അവിടെയാണ് എൻ്റെ സ്വന്തം തറവാട്. ഞാൻ ജനിച്ച അവിടെയാണ്. അതിനുശേഷമാണ് ഞാൻ 8ാം വാർഡിലേക്ക് വന്നത്. അപ്പോൾ ഇത് ആദ്യം 7ആയിരുന്നു, ഇപ്പോൾ 8ആയി. ഈ 8ാം വാർഡിൽ വന്ന് ഞാൻ 40 വർഷമായിട്ട് വിദേശത്താണ്. പല രാജ്യങ്ങളിലും ബിസിനസ് ഉണ്ട് എനിക്ക്. സലീം ഫവാസ് എന്ന് പറയും. എന്താ പറയുക, എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ പിള്ളേരിൽ വളർന്നു വന്ന കുട്ടികളെല്ലാവരും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ ഇതൊന്നും കാണിക്കാറില്ല. ഞാൻ അങ്ങോട്ട് കാണിക്കാറില്ല, അവരിങ്ങോട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്കൂൾ ഞാൻ പഠിച്ചത് കണ്ടന്തറ UP സ്കൂളിലാണ് പഠിച്ചത്. കണ്ടന്തറ UP സ്കൂളിൽ പഠിച്ച 5 വരെ അവിടെ പഠിച്ചത്. ആ സ്കൂൾ വളരെ മോശമായിരുന്നു. ആ സ്കൂളിനെ കോമ്പറ്റ് ചെയ്ത് വേറെ പള്ളിയുടെ സ്കൂൾ വന്നു. പിന്നെ മൊത്തം എല്ലാവരും വേണ്ടെന്ന് വെച്ച് പോയ ബംഗാളി സ്കൂളാക്കി മാറ്റി. ഇവനത് ഈ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ആൾ വാവ മായിൻകുട്ടി, അവൻ്റെ കൂടെയുള്ള കുറേ കൂട്ട് ടീം ഗ്രൂപ്പ് വളരെ പ്രയത്നിച്ച് അതിപ്പോൾ ഒരു നല്ലൊരു ഇൻ്റർനാഷണൽ സ്കൂളാക്കി. അത് ഞാൻ വീക്ഷിച്ചു. അടുത്ത ദിവസം ഒരു 10 ദിവസം മുമ്പ് വെറുതെ വഴിക്ക് പോയപ്പോൾ രാവിലെ സ്കൂളിൻ്റെ ടൈമിൽ വണ്ടിയോടെ നിർത്തി ഒന്ന് വീക്ഷിച്ചു. ഞാൻ എല്ലാം നോക്കും, കാരണം എൻ്റെ നാടല്ലേ, ഞാൻ അവിടെ ജനിച്ചു വളർന്നല്ലേ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല നല്ല കാര്യം കുട്ടികളെ കൊണ്ടുപോയി ഞാനും സ്കൂളിൽ കുട്ടികളെ വിട്ടു. എൻ്റെ മക്കളെ സൗദിയിൽ പഠിച്ചാൽ. അപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ കൊണ്ടുപോയി വിടുന്ന ആളാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എപ്പോഴും വില മതിക്കുന്ന ആളാണ്. അങ്ങനെ നോക്കിയപ്പോൾ നല്ല നല്ല വലിയ വലിയ എല്ലാവരും ബൈക്കിൽ പിള്ളേരെ കൊണ്ടുവന്ന് വിടണം, സ്കൂളിൽ കൊണ്ടുവന്ന് വിടണം. ഇത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ ഞാൻ ഇവനെ ഓരോ ദിവസവും എപ്പോഴും ഇവിടെ പല മരണങ്ങൾ ഉണ്ടാവാറുണ്ട്, പല ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കൃത്യമായിട്ട് ഞങ്ങളെല്ലാം അറിഞ്ഞോളുന്നില്ല. ചിലപ്പോൾ മയ്യത്ത് പള്ളിയിലേക്ക് വരുന്ന സമയം, മരിച്ച സമയം, മടയുന്ന സമയം, നിസ്കരിക്കുന്ന സമയം എനിക്കിത് നിർബന്ധമുണ്ട്. എവിടെയാണ്, ഏത് രാജ്യത്താണെങ്കിലും ഒരു മയ്യത്ത്, ഒരു കബറടക്കം അല്ലെങ്കിൽ ഒരു ശവസംസ്കാരം നടക്കുമ്പോൾ ഞാനതിൽ പങ്കെടുക്കണം. ഒരു നിർബന്ധമാണ്. ഒരു മെമ്പർ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഒരു മെമ്പറുടെ എന്താ പറയുക, ഒരു മെമ്പറെ ഞാൻ കാണുന്നത് ആ വാർഡിലെ കാര്യസ്ഥനായിട്ട് കാണണം. വെറും മെമ്പറല്ല. അവനായി 1388 എത്ര ആളുണ്ടോ, 400 ജില്ല വീടുണ്ട്. ആ വീടിൻ്റെ ഒരു എന്താ പറയുക, ഒരു കാര്യസ്ഥനാവണം. അതിന് യോഗ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ ചെയ്തോ. ഇതുവരെ എൻ്റെ ഷർട്ട് ഒരാൾ പോലും തുടരണ പോലും എനിക്കിഷ്ടമല്ല. അത്ര ഭക്തിയോട് കൊണ്ടുവയ്ക്കുന്ന വീടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സമ്മതം കൊടുത്തു. പിന്നെ എനിക്ക് പറയാനുള്ളത് 8ാം വാർഡിലെ എല്ലാവരും ഇവനെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. എല്ലാവരും വോട്ട് ചെയ്യണം. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഹൃദയത്തിലേക്ക് ഒരാളെ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അതിനൊരു സത്യം ഉണ്ടാവും. എന്തുകൊണ്ട് അർഹതപ്പെട്ട ആളുകളല്ല. അപ്പോൾ നമ്മൾ കാര്യസ്ഥനായിട്ട് തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് പറയാം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ, ഈ വാർഡിൽ കൊണ്ടുവരണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാം. എല്ലാ മേഖലകളിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ എല്ലാ മേഖലകളിലും ഈ മെമ്പറല്ലായിരുന്നിട്ട് കൂടി എത്തിപ്പെടാൻ പരിശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാം സ്നേഹ വായ്പ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഞാൻ ഇത്തവണ മത്സരിക്കുകയാണ്. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ മണ്ണിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം എനിക്ക് നൽകി എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വരും നാളുകളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് കൈകോർക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വെങ്ങോല പഞ്ചായത്ത് 8ാം വാർഡിൽ ഒരു മെമ്പർ അല്ലാതിരുന്നിട്ട് കൂടി ഒരു പൊതുപ്രവർത്തകൻ, വികസന സമിതി കൺവീനർ എന്ന നിലയിലെല്ലാം ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടും അത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിച്ച ആളാണ്. അപ്പോൾ ഇനി മെമ്പർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഒട്ടേറെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പദ്ധതിയെല്ലാം നടപ്പിലാക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാലിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. താങ്ക് യു. മെട്രോ ന്യൂസ് ചാനലിൻ്റെ ഞാൻ സ്ഥാനാർത്ഥി എന്ന പരിപാടിയുടെ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.